നമ്പർ തിയറിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ n. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ n-ന്റെ ഡെഫിനിഷനായി വെച്ചിട്ടുള്ള ഇതാ ഡെഫിനിഷൻ. A collection of n integers a1, a2, etc. an is a complete set അല്ലെങ്കിൽ complete system of residues modulo n if every integer is congruent modulo n to 0, 1, 2, etc. n minus 1 taken in some order. അതായത് ഈ ഒരു n integers മോഡുലോ n ആണല്ലോ, അപ്പോൾ n integers സെറ്റ് എടുക്കുക. അതാണ് a1, a2, etc. an എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ a1, a2, etc. an എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു എലമെന്റ് a1 എടുത്തു കഴിഞ്ഞാൽ ആ a1 ഈ 0 തൊട്ട് n-1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് കോൺഗ്രുവന്റ് മോഡുലോ n ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ a1ഉം 2ഉം കൂടി കോൺഗ്രുവന്റ് മോഡുലോ ആയിരിക്കാം, അതുപോലെ a2ഉം 4ഉം കൂടി ആയിരിക്കാം. അപ്പോൾ ഈ 0 തൊട്ട് n-1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറായിട്ട് ഈ a1, a2, etc. an-ലെ ഓരോ നമ്പേഴ്സും കോൺഗ്രുവന്റ് മോഡുലോ n ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റിനെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ n എന്ന് പറയും. Question. Use Fermat's theorem to verify that 17 divides 11 raised to 104 plus 1. അപ്പോൾ Fermat's theorem ഉപയോഗിച്ചിട്ട് 17 divides 11 raised to 104 plus 1 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ. സോ നമുക്ക് Fermat's theorem ഉപയോഗിക്കുമ്പോൾ അതിലൊരു എയും ഉണ്ട് പിയും ഉണ്ട് അല്ലെ. എ എന്നുള്ളത് എനി ഇന്റിജർ ഡസ് നോട്ട് ഡിവൈഡ് പി അങ്ങനെ പറയും, അല്ലെങ്കിൽ പി എന്നുള്ളത് പ്രൈം നമ്പർ. സോ നമുക്കിവിടെ 11ഉം 17ഉം ഉള്ളത്. അപ്പൊ നമുക്ക് എ ആയിട്ട് 11 എടുക്കുക, അതുപോലെ പി ആയിട്ട് 17 എടുക്കാം. അപ്പൊ പി എന്നുള്ളത് 17 ആണ്, ഒരു പ്രൈം നമ്പർ ആണ്. അതുപോലെ തന്നെ പി ഡസ് നോട്ട് ഡിവൈഡ് എയും ആണ്. പി ഡസ് നോട്ട് ഡിവൈഡ് എ എന്നുള്ളത് ഫെർമാറ്റ്സ് തിയറത്തിലെ കണ്ടീഷനാണ്. അപ്പോൾ ബൈ ഫെർമാറ്റ്സ് തിയറം നമുക്ക് എന്ത് എഴുതാം? By Fermat's theorem, a raised to p minus 1 divides one mod p. ഇതാണ് Fermat's theorem പറയുന്നത്. ഇനി എക്ക് പകരം 11ഉം പിക്ക് പകരം 17ഉം കൊടുത്താൽ എന്ത് കിട്ടും? a raised to a11 ആണ്. അപ്പോൾ 11 raised to p minus 1, അതായത് 17 minus 1, അതായത് 16 congruent to 1 mod p. p എന്ന് വെച്ചാൽ 17 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 11 raised to 104 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ 104നെ എങ്ങനെ എഴുതാൻ നോക്കാം. 104നെ 16 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 8 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 104നെ ആക്ച്വലി 16 into 6 plus 8 എന്ന് എഴുതാം. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ 16 കൊണ്ട് 104നെ ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ കോഷ്യന്റ് 6ഉം കിട്ടും, റിമൈൻഡർ 8ഉം കിട്ടും. അങ്ങനെയാണ് ഇതുപോലെ എഴുതിയത്. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് 11 raised to 16 congruent to 1 mod 17 എന്നുള്ള ഫെർമാറ്റ്സ് തിയറം ഉപയോഗിച്ച് നമ്മൾ എഴുതിയ കാര്യമാണത്. ഇനി ഇവിടെ 16 into 6 എന്നല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു 11 raised to 16 ഉണ്ട്. അപ്പൊ 16 into 6 കൂടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും പവർ 6 അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 11 raised to 16 whole raised to 6 congruent to 1 raised to 6 mod 17. കോൺഗ്രുവൻസിന്റെ പ്രോപ്പർട്ടി ആണത്. നമുക്ക് കോൺഗ്രുവൻസിന്റെ രണ്ട് സൈഡും ഒരു ഇന്റിജർ വെച്ച് റൈസ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 11 raised to 16 into 6 congruent to
1 റേസ് ടു 6 1 തന്നെ 1 mod 17 എന്ന് കിട്ടും. പക്ഷെ ഇപ്പോഴും 11 റേസ് ടു 16 ഇൻറ്റു 6 ആയുള്ളൂ. പിന്നെ ഇവിടെ ഒരു 8ഉം കൂടിയുണ്ട് അല്ലേ? അപ്പോൾ ആ 11 റേസ് ടു 8ഉം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് 11ഉം കൂടി ആഡ് ചെയ്ത് 16 ഇൻറ്റു 6 പ്ലസ് 8 എന്നാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രുവൻസിന്റെ രണ്ട് സൈഡും 11 റേസ് ടു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡും 11 റേസ് ടു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇവിടെ 11 റേസ് ടു 16 ഇൻറ്റു 6 പ്ലസ് ഈ 8 കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു 11 റേസ് ടു 8. 11 റേസ് ടു 8 തന്നെ 11 റേസ് ടു 8 mod 17. ഇനി 16 ഇൻറ്റു 6 പ്ലസ് 8 എത്ര കിട്ടും? 104 കിട്ടും. അപ്പൊ 11 റേസ് ടു 104 കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 8 mod 17 ഇങ്ങനെ കിട്ടും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? 11 റേസ് ടു 104 പ്ലസ് 1 ഡിവൈഡ് 17 ഡിവൈഡ്സ് ഈ നമ്പറിനാണ് പ്രൂവ് ചെയ്യണ്ടേ അല്ല. അപ്പൊ ഇവിടെ 1 ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ 11 റേസ് ടു 8 ആണുള്ളത്. അപ്പൊ 11 റേസ് ടു 8 കോൺഗ്രുവൻറ്റ് എന്തെങ്കിലും ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 17ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും വെച്ചിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് കോൺഗ്രുവൻസ് ഫോം ചെയ്യാം. ഈ 121 നമ്പർ എടുത്തു കഴിഞ്ഞാൽ 121 കോൺഗ്രുവൻറ്റ് ടു 2 mod 17 ആണ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ആയത്? സിൻസ് ഈ 121 മൈനസ് 2 ചെയ്താൽ അത് മൾട്ടിപ്പിൾ ഓഫ് 17 ആയിരിക്കും. ഓക്കെ, അതാണ് റീസൺ. എന്തിനാണ് 121 എടുത്തത്? 121 നമുക്ക് 11 സ്ക്വയർ ആണ് അല്ലെ, 11ന്റെ സ്ക്വയർ ആണ് 121. അതുകൊണ്ടാണ് 121 എടുത്തത്. ഓക്കെ, അപ്പോൾ 11 സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 2 mod 17 എന്ന് കിട്ടി. നമുക്ക് 11 റേസ് ടു 8 ആണ് വേണ്ടത്. ഇപ്പൊ എന്ത് ചെയ്യാം, രണ്ട് സൈഡും 4 റൈസ് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 4 8 വന്നോളും. ഇവിടെ 2 റേസ് ടു 4 വരും, ഇങ്ങനെ കിട്ടും. അതായത് 11 റേസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 2 റേസ് ടു 4 എത്രയാണ്? 16 mod 17. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒരു ഇക്വേഷൻ ഇത് 104 കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 8 mod 17. ഇവിടെ എന്താ ഉള്ള സെക്കൻഡ് ഇക്വേഷൻ ഇത് എടുക്കുക. ഇതിൽ പറയുന്ന 11 റേസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 16 mod 17 എന്നാണ്. ഇപ്പൊ രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്ലബ് ചെയ്ത് എഴുതാം. ഇവിടെ ഒരു കോൺഗ്രുവൻസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതാണ്. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നും ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എന്നും ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എ കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എന്ന് എഴുതാം. ഓക്കെ, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഈ 11 റേസ് ടു 104 കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 8, 11 റേസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 16. അപ്പൊ എന്ത് എഴുതാം, 11 റേസ് ടു 104 കോൺഗ്രുവൻറ്റ് ടു 16 mod 17 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1 and 2 എന്ത് ഇംപ്ലൈ ചെയ്യും, 11 റേസ് ടു 104 കോൺഗ്രുവൻറ്റ് ടു 1 ഇംപ്ലൈ ചെയ്യുന്നത് 11 റേസ് ടു 104 കോൺഗ്രുവൻറ്റ് ടു 11 റേസ് ടു 8 mod 17. 2 ഇംപ്ലൈ ചെയ്യുന്നത് 11 റേസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 16 mod 17. ഈ രണ്ടും കൂടി ഈ പ്രോപ്പർട്ടി രണ്ടിനും കൂടി അപ്ലൈ ചെയ്താൽ
നമുക്ക് എന്ത് എഴുതാം? 11 raised to 104 congruent to 16 mod 17 എന്ന് എഴുതാം. അതായത് 11 raised to 104 congruent to 16 നെ 17 minus 1 എന്ന് എഴുതാം. 17 minus 1 mod 17 implies 11 raised to 104 ഈ മൈനസ് 1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ പ്ലസ് 1 congruent to 17 mod 17 implies 11 raised to 104 plus 1 congruent to ഇവിടെ ഒരു 17 ഉണ്ട്. മോഡ് എൻ ഫോം ആണല്ലോ. അപ്പൊ മോഡ് എൻ ഫോം ആവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻ മൈനസ് ചെയ്യാം, പ്രശ്നം വരില്ല കോൺഗ്രുവൻസിൽ. അപ്പൊ 17 ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് കളയാം. എന്ത് കിട്ടും? 0 ആവും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 11 raised to 104 plus 1 എന്നുള്ളത് കോൺഗ്രുവന്റ് 0 മോഡ് പി. അതായത് 11 raised to 104 minus plus 1 minus 0 is a multiple of 17. അതായത് 17 divides 11 raised to 104 plus 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ കുറെ ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്യൂഡോ പ്രൈം. അപ്പോൾ സ്യൂഡോ പ്രൈം എന്ന് വെച്ചാൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് അല്ലെ? സ്യൂഡോ പ്രൈം ആണ്. അപ്പൊ പ്രൈം നമ്പർ അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഈ കോമ്പോസിറ്റ് നമ്പർ n പ്രൈം നമ്പർ ആവണമെങ്കിൽ എപ്പോഴാണ് ആവുന്നത്? n ഡിവൈഡ്സ് 2 raised to n minus 2. അതായത് അല്ലെങ്കിൽ 2 raised to n congruent to 2 mod n. അപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പർ n സ്യൂഡോ പ്രൈം ആണെങ്കിൽ ആവണമെങ്കിൽ 2 raised to n congruent to 2 mod n ആയിരിക്കണം, അല്ലെങ്കിൽ 2 raised to n minus 2 multiple of n ആയിരിക്കും. അപ്പൊ ഡെഫിനിഷൻ എഴുതുക. Question: prove if p and q are distinct primes with a raised to p congruent to a mod q and a raised to q congruent to a mod p, then a raised to pq congruent to a mod pq. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബൈ ഫെർമാറ്റ്സ് തിയറം നമുക്കറിയാവുന്ന കാര്യമാണ് a raised to p minus 1 congruent to 1 mod p എന്നുള്ളത്. രണ്ട് സൈഡിൽ നമ്മൾ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് a raised to p congruent to a mod p എന്ന് എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ a raised to p congruent to a mod p എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതുപോലെ a raised to q congruent to a mod q എന്ന് എഴുതാം. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ആദ്യം നമ്മൾ a raised to p congruent to a mod q എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു. എന്നിട്ട് രണ്ട് സൈഡും p റൈസ് ചെയ്യുക. അപ്പൊ a raised to p, p അല്ല q, a raised to p whole raised to q congruent to a raised to q mod q എന്ന് കിട്ടും. പക്ഷെ ഈ പ്രോപ്പർട്ടി നോക്കിയേ, a raised to p congruent to a mod p. അതുപോലെ എന്തായിരിക്കും? a raised to q എന്നുള്ളത് congruent to a mod q ആയിരിക്കും അല്ലെ? ഓൾസോ a raised to q, അതിന് മുമ്പ് എഴുതാം, ഒന്നുകൂടി സിംപ്ലിഫൈ എഴുതായത്, implies a raised to pq congruent to a raised to q mod q. ഓൾസോ നമുക്കറിയാവുന്ന കാര്യം a raised to q എന്താണ്? a raised to q congruent to a mod q ആണ്. a raised to q congruent to a mod q. ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് എഴുതാം? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇത് കോൺഗ്രുവന്റ് ടു ഇത്, ഇത് കോൺഗ്രുവന്റ് ടു ഇത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് കോൺഗ്രുവന്റ് ടു ഇത് എന്ന് എഴുതാം. a raised to pq congruent to
എ മോഡ് ക്യൂ എന്ന് കിട്ടും. ഓക്കെ, ഇരിക്കട്ടെ. ഇനി അടുത്ത ഇതെടുക്കുക. രണ്ടാമത്തെ എന്താണ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്? raised to q congruent to a mod p. a raised to q congruent to a mod p. ഇവിടെ എന്ത് ചെയ്യണം? q ഓൾറെഡി ഉണ്ട്, അപ്പോൾ p റേസ് ചെയ്യാം. a raised to q whole raised to p congruent to a raised to p mod p. അതായത് a raised to pq congruent to a raised to p mod p. ഓൾസോ നമുക്കറിയാവുന്ന കാര്യം എന്താ? a raised to p എന്നുള്ള എപ്പോഴും congruent to a mod p ആയിരിക്കും ബൈ ഫെർമാറ്റ്സ് തിയറം. അപ്പൊ ഇതിവിടെ വീണ്ടും എന്ത് ചെയ്യാം? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് a raised to pq congruent to a mod p എന്ന് കിട്ടും. ഇപ്പൊ എന്താ കിട്ടി? a raised to pq congruent to a mod q ആണ്. a raised to pq congruent to a mod p ആണ്. ഓക്കെ, ഇതിൽ p യും q എന്നുള്ള ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. ഈ രണ്ടിന് ഈക്വാലിറ്റി നോക്കിയേ. ഈക്വാലിറ്റി ഫസ്റ്റ് വണ്ണില് ലെഫ്റ്റ് സൈഡ് a raised to pq, സെക്കൻഡ് വണ്ണിലും സെയിം ലെഫ്റ്റ് സൈഡ് a raised to pq. അപ്പൊ റൈറ്റ് സൈഡിലും a തന്നെയാണ്. ഓക്കെ, ഇവിടെ മോഡ് n അതുപോലെ മോഡ് n പ്ലസ് എനത്തിൽ p യും q ആണ്. ഇതിൽ p യും q എന്നുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസും ആണ്, GCD 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ രണ്ട് കോൺഫിഡൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്നല്ല, ഈ ലെഫ്റ്റും റൈറ്റും ഉള്ള നമ്പേഴ്സ് അത് തന്നെ, ഈ മോഡ് കഴിഞ്ഞിട്ടുള്ള ഈ p യും q യും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്തുകൊണ്ടാണ്? p യും q യും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? a raised to pq congruent to a mod pq എന്ന് കിട്ടും. സിൻസ് p and q are distinct primes. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? a raised to pq congruent to a mod pq. സോ ഇത്ര എഴുതും. Question: if d divides n, then prove that phi of d divides phi of n. ഇപ്പോൾ d divides n ആണെങ്കിൽ phi of d, phi എന്ന് വെച്ചാൽ എന്താണ്? ഓയിലേഴ്സ് phi ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ phi of d divides phi of n എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഒരെണ്ണം n, ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ p raised to k1, p1 raised to k1, p2 raised to k2 etc. pr raised to kr എന്നാണെങ്കിൽ phi of n എന്തായിരിക്കും? n into 1 minus 1 by p1 into 1 minus 1 by p2 into etc. into 1 minus 1 by pr. ഈ ഫോർമുല യൂസ് ആവും. ഇനി താഴോട്ടുള്ള എന്താ? given d divides n, അർത്ഥം എന്താ? n is a multiple of d. ഇതാർത്ഥം. നമുക്ക് ഡിയുടെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം, സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. നമുക്ക് ഡിനെ ഇതുപോലെ തന്നെ എഴുതാം. p1 raised to k1, p2 raised to k2 etc. pr raised to kr. ഇതാണ് ഡിയുടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വിചാരിക്കുക. അതുപോലെ കെയുടെ പ്രൈം ഫാക്ടറൈസേഷൻ സം q എന്നാണ്. q1 raised to l1, q2 raised to l2 etc. qs raised to ls.
അങ്ങനെ രണ്ടും എഴുതി. അപ്പൊ എന്നിന്റെ ഫോം എന്തായിരിക്കും? ദെൻ എൻ എന്നുള്ളത് കെ ഇൻറ്റു ഡി അല്ലെ, അതായത് Q1 റേസ് ടു L1, Q2 റേസ് ടു L2 എക്സെട്ര, QS റേസ് ടു LS ഇൻറ്റു P1 റേസ് ടു K1, P2 റേസ് ടു K2 എക്സെട്ര, PR റേസ് ടു KR. പ്രൂവ് ചെയ്യേണ്ടത് ഫൈ ഓഫ് ഡി ഡിവൈഡ്സ് ഫൈ ഓഫ് എൻ. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം ഫൈയുടെ. ഫൈ ഓഫ് ഡി എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ? ഡി എന്ന് വെച്ചാൽ P1 റേസ് ടു K1, P2 റേസ് ടു K2 എക്സെട്ര ഇൻറ്റു PR റേസ് ടു KR. അപ്പൊ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് ഡി ഈക്വൽ ടു ഡി ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 minus 1 by P2 etc. 1 minus 1 by PR. ഇതുപോലെ തന്നെ ഫൈ ഓഫ് എൻ എടുത്താലോ? എന്ന് വെച്ചാൽ ഇത്രയും വരും അല്ലെ. അപ്പോ ഫൈ ഓഫ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു 1 മൈനസ് 1 ബൈ Q1 ഇൻറ്റു 1 മൈനസ് 1 ബൈ Q2 എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ QS, പിന്നെ P1 വരും ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 by P2 etc. into 1 minus 1 by PR. n പക്ഷേ എന്താ? n ഈക്വൽ ടു k ടൈംസ് d ആണ് അല്ലെ. അപ്പോ k ആദ്യം എഴുതാം, പിന്നെ d എഴുതാം. k ഇൻറ്റു d ആണ് n. പിന്നെ ഈ 1 മൈനസ് 1 ബൈ P1 ആദ്യം എഴുതാം. അപ്പൊ 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 എക്സെട്ര 1 മൈനസ് 1 ബൈ PR. പിന്നെ ബാക്കിയുള്ളത് ഈ 1 മൈനസ് 1 ബൈ ക്യൂകളാണ്. 1 മൈനസ് 1 ബൈ Q1, 1 മൈനസ് 1 ബൈ Q2 എക്സെട്ര 1 മൈനസ് 1 ബൈ QS. ഇനി ഈ d ഇൻറ്റു 1 മൈനസ് 1 ബൈ Pകൾ എന്താണ്? ഫൈ ഓഫ് ഡി ആണ്. ഫൈ ഓഫ് ഡി കണ്ടോ? d ഇൻറ്റു 1 മൈനസ് 1 ബൈ P1, 1 മൈനസ് 1 ബൈ P2. ഓക്കെ, അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് ഡി എന്ന് എഴുതാം. അപ്പൊ ഫൈ ഓഫ് ഡി ഇൻറ്റു ഇത്രയും ഫൈ ഓഫ് ഡി ആണ്, ഇവിടെ എക്സ്ട്രാ ഒരു k ഉണ്ട്. ഫൈ ഓഫ് ഡി ഇൻറ്റു k ഇൻറ്റു 1 മൈനസ് 1 ബൈ Q1, 1 മൈനസ് 1 ബൈ Q2 എക്സെട്ര 1 മൈനസ് 1 ബൈ QS. അതായത് ആക്ച്വലി എന്താ? It is a multiple of phi of d. That is, phi of n is a multiple of phi of d. Implies phi of d divides phi of n. With the question, state and prove Wilson's theorem. Prove the converse of Wilson's theorem. So Wilson's theorem അതിന്റെ കോൺവേഴ്സും സ്റ്റേറ്റിനെ പ്രൂവ് ചെയ്യുക. വിൽസൺസ് തിയറം പറയുന്നത് എന്താണ്? പി പ്രൈം നമ്പർ ആണെങ്കിൽ പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് പി. അതാണ് വിൽസൺസ് തിയറം പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൂഫ് വരുന്നത് ഫസ്റ്റ് നമ്മൾ രണ്ട് പർട്ടിക്കുലർ കേസ് എടുക്കും. പിക്ക് 2ഉം 3യും കൊടുത്തിട്ട് ആ രണ്ട് കേസിലും ഈ തിയറം ട്രൂ ആണെന്ന് കാണിക്കും. എന്നിട്ട് 3നേക്കാളും വലിയ നമ്പർ ആയിട്ട് പി എടുക്കും. ഓക്കെ, അപ്പൊ P2 ആണെങ്കിൽ എന്ത് വരും? ഇവിടെ P equal 2 കൊടുത്താൽ 2 മൈനസ് 1 കോൺഗ്രുവൻ ടു
-1 mod p എന്ന് കിട്ടും അല്ലെ. അതായത് 1 congruent to -1 mod p. അതായത് 2 congruent to -1 mod 2 എന്ന് കിട്ടും അല്ലെ. അതെന്താണ് ആക്ച്വലി ട്രൂ ആണ്. ഇവിടെ 2 അല്ലേ വരണ്ടാവും. P2 കൊടുക്കുമ്പോൾ ഈ തിയറം ട്രൂ ആണ്. P3 കൊടുക്കുമ്പോഴോ 3 - 1 ഫാക്ടോറിയൽ അതായത് 2 ഫാക്ടോറിയൽ 2 തന്നെ. 2 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 mod 3 എന്ന് വെച്ചാൽ 2 കോൺഗ്രുവന്റ് ടു -1 mod 3 എന്ന് വെച്ചാൽ 2 + 1 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലെ. അതായത് 3 മൾട്ടിപ്പിൾ ഓഫ് 3 അതും ട്രൂ ആണ്. അപ്പൊ 2ലും 3ലും ഈ തിയറം ട്രൂ ആണ്. ഇനി എന്ത് ചെയ്യും? ലെറ്റ് P be a prime number greater than 3. 3നേക്കാളും വലിയൊരു നമ്പറാണ് P എന്ന് എടുത്തു. ഇനി P പ്രൈം ആയതുകൊണ്ട് 1 തൊട്ട് P - 1 വരെയുള്ള നമ്പേഴ്സ് എല്ലാം Pനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? സ്മോൾ എ എന്നുള്ളത് ഈ 1 തൊട്ട് P - 1 വരെയുള്ള നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറാണ് എ എന്ന് ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? AX കോൺഗ്രുവന്റ് ടു 1 mod P എന്ന് പറയുന്ന ഒരു ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ലീനിയർ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്തു. അപ്പോ ഈ എയും പിയും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1 തൊട്ട് P - 1 വരെയുള്ള എല്ലാ നമ്പേഴ്സും പിനോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇതിൽ പെട്ടൊരു നമ്പറാണ് എ. അപ്പോ എയും എന്താണ്? പിനോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ GCD ഓഫ് AP എന്നുള്ളത് 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ വിൽസൺ തിയറത്തിന് മുമ്പ് ഒരു തിയറം എഴുതിയായിരുന്നു നമ്മൾ. ആ തിയറം അനുസരിച്ച് ഈ കോൺഗ്രുവൻസിന്റെ ഒരു യൂണീക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ AX കോൺഗ്രുവന്റ് ടു 1 mod P എന്ന് പറയുന്ന ഒരു ഈ ലീനിയർ കോൺഗ്രുവൻസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് കിട്ടി. അപ്പൊ ആ then there exists a unique integer A1. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഒരു A1 ഉണ്ടാവും എന്ന് കിട്ടും. ആ A1 എന്നുള്ളത് എന്താണ്? P - 1 വരെ വരാനേ പറ്റുള്ളൂ. ഓക്കെ, എയ്ക്കും 1നും ഇടക്കായിരിക്കും ഈ A1, Pക്കും 1നും ഇടക്കായിരിക്കും A1. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് ഈ ലീനിയർ കോൺഗ്രുവൻസിന്റെ സൊല്യൂഷൻ ആണ് A1. അപ്പൊ എക്സിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? A1 ഇട്ട് കൊടുക്കാം. അപ്പൊ A1 കോൺഗ്രുവന്റ് 1 mod P ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു A എടുത്തപ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? ഒരു A1 കിട്ടി. എങ്ങനത്തെ A1ഉം? A1 കോൺഗ്രുവന്റ് ടു 1 mod P ആയിട്ടുള്ള Aയും A1ഉം കിട്ടി. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എയും A1ഉം ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ, അതായത് ഒരു നമ്പറിന്റെ അസോസിയേറ്റീവ് റെസിഡ്യൂ ആ നമ്പർ തന്നെ വരുന്ന കേസ് എന്താണോ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ A1 കോൺഗ്രുവന്റ് 1 mod P. പക്ഷെ A1 എന്താണ്? A തന്നെയാണ്. അപ്പൊ A1ന് പകരം A കൊടുക്കുക. അപ്പൊ A² കോൺഗ്രുവന്റ് 1 mod P എന്ന് കിട്ടും. അതായത് A² - 1 കോൺഗ്രുവന്റ് 0 mod P, അല്ലെങ്കിൽ A - 1 into A + 1 കോൺഗ്രുവന്റ് 0 mod P. ഇനി ഇപ്പൊ എന്താ കിട്ടിയ? ഒരു പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ ഓഫ് P എന്നാ കിട്ടിയല്ലേ? A - 1 into A + 1 മൾട്ടിപ്പിൾ ഓഫ് P എന്ന് കിട്ടി. അതായത് ഈ രണ്ട് പ്രൊഡക്റ്റിൽ ഏതോ ഒരെണ്ണം മൾട്ടിപ്പിൾ ഓഫ് P ആണെന്ന് കിട്ടി. P എന്നുള്ളത് പ്രൈം നമ്പറും കൂടിയാണ് അല്ലെ. അപ്പൊ അതായത് നമുക്ക് എന്താ എഴുതാം? ഒന്നെങ്കിൽ A - 1 മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും, അല്ലെങ്കിൽ A + 1 മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ എഴുതാം: A - 1 മൾട്ടിപ്പിൾ ഓഫ് P or A + 1 മൾട്ടിപ്പിൾ ഓഫ് P. ഇനി P എന്നുള്ളത് പ്രൈം നമ്പർ ആണ് അല്ലെ. അപ്പം A - 1 എന്നുള്ളത് അതിലുള്ള A എന്ന് വെച്ചാല് അത് P-നേക്കാളും ചെറുതുമാണ് അല്ലെ. അപ്പൊ P-നേക്കാളും ഒരു ചെറിയ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് P ആയിട്ട് വരുന്നു. അതൊരു കേസ് മാത്രമേ ഉള്ളൂ. ഈ നമ്പർ 0 ആവുന്ന കേസ് മാത്രമേ വരുള്ളൂ. അതായത് A - 1 ഈക്വൽ ടു 0, അതായത് A ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ A + 1 മൾട്ടിപ്പിൾ ഓഫ് P. അപ്പോ A എന്നുള്ളത് P-നേക്കാളും ചെറുതാണ്. അപ്പൊ A + 1 മൾട്ടിപ്പിൾ ഓഫ് P വരണമെങ്കിൽ ഒരു കേസേ ഉള്ളൂ, ഈ A + 1 ഈക്വൽ ടു P ആയിരിക്കണം. അതായത് A ഈക്വൽ ടു P - 1. അപ്പൊ നമുക്ക് Aക്ക് രണ്ട് വാല്യൂ കിട്ടി. A എന്നുള്ളത് 1ഉം
അല്ലെങ്കിൽ എ എന്നുള്ളത് പി മൈനസ് വണ്ണും. അപ്പൊ ഈ 1ഉം പി മൈനസ് വൺ ഉള്ള നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ അസോസിയേറ്റീവ് റെസിഡ്യൂസ് ആ നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, 1ന്റെ റെസിഡ്യൂ 1 തന്നെയാണ്, പി മൈനസ് വൺ റെസിഡ്യൂ പി മൈനസ് വൺ തന്നെയാണ്. Hence, the numbers which are identical with their associative residues are 1 and p minus 1 എഴുതാം. ഇനി ഈ രണ്ട് നമ്പേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ, 1 തൊട്ട് പി മൈനസ് വൺ വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് ഈ 1ഉം പി മൈനസ് വണ്ണും മാറ്റിയാൽ എന്തൊക്കെ ഉണ്ടാവും? 2 തൊട്ട് പി മൈനസ് 2 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? പി മൈനസ് 3 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ പി മൈനസ് 1 നമ്പേഴ്സ് ആദ്യം ഉണ്ടായിരുന്നേ, അതിന് രണ്ട് നമ്പേഴ്സ് കളഞ്ഞു. ഓക്കെ, അപ്പൊ പി മൈനസ് 1 മൈനസ് 2, അപ്പൊ പി മൈനസ് 3 വരും അല്ലെ. അപ്പൊ പി മൈനസ് 3 നമ്പേഴ്സ് എണ്ണം ഉണ്ട് ഇത്രയും. 2 തൊട്ട് പി മൈനസ് 2 വരെ പി മൈനസ് 3 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ രണ്ട് പെയേഴ്സ് ആക്കി എഴുതുവാണ്. അപ്പൊ എത്ര പെയർ ഉണ്ടാവും? നേരെ പകുതി, പി മൈനസ് 3യുടെ പകുതി പെയേഴ്സ് ഓഫ് അസോസിയേറ്റീവ് റെസിഡ്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ പെയറും എന്താണ്? കോൺഗ്രുവന്റ് 1 മോഡുലോ പി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു കോൺഗ്രുവൻസ് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ 2 എന്നുള്ളത് കോൺഗ്രുവന്റ് ടു സം നമ്പർ, ഇതിന്റെ റെസിഡ്യൂ മോഡ് പി, അങ്ങനെ കിട്ടിപ്പോകും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 2 കോൺഗ്രുവന്റ് ടു 1 മോഡ് പി എന്നുള്ളൊരു കോൺഗ്രുവൻസ് കിട്ടും. അതുപോലെ തന്നെ ഈ 1ഉം പി മൈനസ് 1ഉം ഇതിലില്ലാത്ത നമ്പേഴ്സാണ്. അപ്പൊ 1ഉം പി മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? പി മൈനസ് 1 കിട്ടും. പി മൈനസ് 1 എന്നുള്ളത് കോൺഗ്രുവന്റ് ടു -1 മോഡ് പി ആയിരിക്കും. എന്തുകൊണ്ടാണ്? പി മൈനസ് 1 മൈനസ് മൈനസ് 1, അതായത് പി മൈനസ് 1 പ്ലസ് 1 പി കിട്ടും അല്ലെ. പി എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് പി ആണ്. അതുകൊണ്ട് ഈ കോൺഗ്രുവൻസ് ട്രൂ ആയിട്ടുള്ള ഒരു കോൺഗ്രുവൻസ് ആണ്. ഓക്കെ, ഇത് കിട്ടിയ എങ്ങനെയാ? 2 കോൺഗ്രുവന്റ് ടു അസോസിയേറ്റീവ് റെസിഡ്യൂ അല്ലെ, 2 ഇൻറ്റു അസോസിയേറ്റീവ് റെസിഡ്യൂ കോൺഗ്രുവന്റ് ടു 1 മോഡ് പി. അതുപോലെ 3 ഇൻറ്റു അസോസിയേറ്റീവ് റെസിഡ്യൂ കോൺഗ്രുവന്റ് ടു 1 മോഡ് പി, അങ്ങനെ പോയി കിട്ടും. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ വരിക. 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 2 കോൺഗ്രുവന്റ് ടു 1 മോഡ് പി എന്ന്. ഈ രണ്ട് കോൺഗ്രുവൻസ് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 കോൺഗ്രുവന്റ് ടു 1 ഇൻറ്റു മൈനസ് 1 മോഡ് പി എന്ന് കിട്ടും. ഇനി 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 1 എന്ന് വെച്ചാൽ അത് പി മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 മോഡ് പി എന്ന് കിട്ടും. അപ്പൊ അതാണ് വിൽസൺസ് തിയറം. ഇനി ഇതിന്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? കോൺവേഴ്സ് എന്താണ്? വിൽസൺസ് തിയറം പറയുന്നത് പി പ്രൈം ആണെങ്കിൽ പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 മോഡ് പി എന്നാണ്. ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 മോഡ് പി ആണെങ്കിൽ പി പ്രൈം ആണ്. അപ്പൊ ഇത് ട്രൂ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 മോഡ് പി ദെൻ പി ഈസ് പ്രൈം. ഇത് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ഇത് അസ്യൂം ചെയ്യാം. സപ്പോസ് പി ഈസ് ഇത് അസ്യൂം ചെയ്യാം, പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു -1 മോഡ് പി ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? പി പ്രൈം ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സപ്പോസ് പി ഈസ് നോട്ട് പ്രൈം, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ പി പ്രൈം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പി പ്രൈം അല്ലെങ്കിൽ എന്ത് പറ്റും നോക്കാം. ഓക്കെ, അപ്പൊ ഈ കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടും. സപ്പോസ് പി ഈസ് നോട്ട് പ്രൈം, പി പ്രൈം അല്ലെങ്കിൽ പിക്ക് എന്തുണ്ടാവും? ഒരു ഡിവൈസർ ഉണ്ടാവും, ഡി അല്ലെ. പിന്നേക്കാളും ചെറിയ ഒരു ഡിവൈസർ പിക്ക് ഉണ്ടാവും. അതുപോലെ ഡി ഡിവൈഡ്സ് പി. ഓൾസോ ഡി എന്നുള്ളത് പിന്നേക്കാളും ചെറുതാണ്. അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം അല്ലെ. പിന്നേക്കാളും സ്ട്രിക്ട്ലി ചെറുതാണ്, പി മൈനസ് 1നേക്കാളും
ഈക്വൽ ആവാം അല്ലെങ്കിൽ ചെറുതും ആവാം. അപ്പൊ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് 1. അതായത് ഡി ഒക്കേഴ്സ് ആസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ പി മൈനസ് 1 ഫാക്ടോറിയൽ അല്ലെ. പി മൈനസ് 1 ഫാക്ടോറിയലിൽ 1 തൊട്ട് പി മൈനസ് 1 വരെയുള്ള നമ്പേഴ്സ് എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്തുണ്ടാവും, ഈ ഡി ഉണ്ടാവും. ഓക്കെ, അതായത് ഡി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ, ഡി എന്നുള്ളത് പി മൈനസ് 1 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ പി മൈനസ് 1 ഫാക്ടോറിയലിന്റെ ഇടയ്ക്ക് ഒരു ഡി ഉണ്ടാകും. കാരണം ഡി എന്നുള്ളത് പി മൈനസ് 1നേക്കാളും ചെറിയൊരു നമ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു മൈനസ് 1 മോഡ് പി. അതെന്താണ് കിട്ടി? നമ്മുടെ അസംഷൻ ആണത്. ഓക്കെ, പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു മൈനസ് 1 മോഡ് പി. അതിന് എന്ത് ഇംപ്ലൈ ചെയ്യും? ഇംപ്ലൈസ് ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് അപ്ലൈ ചെയ്യാം അല്ലെ. പി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, +1 അല്ലെ. ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് ഇംപ്ലൈസ് പി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ +1. പക്ഷേ ഡി എന്താണ്? ഡി ഡിവൈഡ്സ് പി ആണ് അല്ലെ. പക്ഷെ പി ഡിവൈഡ്സ് ഇതുമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡി ഡിവൈഡ്സ് ഈ നമ്പർ. ഓക്കെ, എ ഡിവൈഡ്സ് ബി, ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ എ ഡിവൈഡ്സ് സി ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ +1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒരെണ്ണം ഇത് ഡി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ എന്നും ഡി ഡിവൈഡ്സ് പി മൈനസ് 1 ഫാക്ടോറിയൽ +1 എന്നും കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പി ഒരു പ്രൈം നമ്പർ ആണ് അല്ലെ. അപ്പൊ ഡി ഡിവൈഡ്സ് ഈ നമ്പറും ആ നമ്പർ +1നെ ഡി ഡിവൈഡ് ചെയ്യും. ഒറ്റ കേസിലേ വരുള്ളൂ, ഡി ഡിവൈഡ്സ് 1. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഡി ഡിവൈഡ്സ് 1 എന്ന് വെച്ചാൽ അർത്ഥം ഡി ഈക്വൽ ടു 1 എന്നാണ് അല്ലെ. ഡിക്ക് പക്ഷേ ഈക്വൽ ടു 1 ആവാൻ പറ്റില്ല. 1 ലെസ് ദാൻ ഡി ആണ്, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പൊ എന്ത് കിട്ടി? ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഈ ഡി ഡിവൈഡ്സ് 1 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? ഡി ഈക്വൽ ടു 1 എന്ന് കിട്ടും. പക്ഷെ ഡിക്ക് 1നോട് ഈക്വൽ ആവാൻ പറ്റില്ല, സിൻസ് 1 ലെസ് ദാൻ ഡി. ദർഫോർ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റാണ്. അപ്പൊ പിക്ക് നോട്ട് പ്രൈം എന്നുള്ളത് പോസിബിൾ അല്ല. സോ പി പ്രൈം ആയാലേ പറ്റുള്ളൂ.